എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ പച്ചക്കായയും പരിപ്പും കൂടെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അതിനായി ഞാൻ ഇതുപോലുള്ള മീഡിയം വലുപ്പത്തിലുള്ള 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു കോണ് പോലത്തെ ഒരു ഭാഗമില്ലേ, അതേ ചെത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഹെൽത്തിന് നമുക്ക് നല്ലതാണ്, പച്ചക്കായയുടെ തൊലിയൊക്കെ. അപ്പോൾ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇത്രയും പരിപ്പ്, 1 കപ്പ് പരിപ്പ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചക്കായ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഈ ഒരു പരിപ്പ്, ഇത് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പില്ലേ, ആ പരിപ്പാണ് കേട്ടോ. പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മീഡിയം സൈസ് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് പച്ചക്കായയുടെ കഷ്ണങ്ങളും പരിപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ മതിയാവും പച്ചക്കായും പരിപ്പും വേവാൻ. ചില കുക്കറിൽ കുറച്ച് താമസം ഉണ്ടാവും, ചില കുക്കറിൽ വേഗം വെന്ത് കിട്ടും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വെച്ച് കൊടുക്കണം. ഒരു 4-5 വിസിൽ എന്തായാലും വേണ്ടി വരും. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കായും പരിപ്പൊക്കെ വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അത് ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങയിലേക്ക് ഞാനൊരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം കൂടുതൽ ചേർക്കണ്ട കേട്ടോ, അന്നേരം നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇത്രയും മതിയാവും. ഇത് ജാറിങ്ങനെ നമ്മളിങ്ങനെ ചെരിച്ച് നോക്കുമ്പോൾ ഈ ഒരു വെള്ളം ഇത്രയും വേണ്ടുള്ളൂ. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മഞ്ഞൾ പൊടിയൊക്കെ നമ്മൾ പച്ചക്കായയിലും പരിപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ചേർക്കണ്ട. ഇത്രയും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചെറിയുള്ളി ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്, അത് പറയാൻ വിട്ടുപോയതാണ്. ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത്, അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക. ശരി, അരയ്ക്കാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമ്മുടെ പച്ചക്കായും പരിപ്പും വെന്തിനോ നോക്കാം. ഞാനൊരു 4 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കായും പരിപ്പും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ട്, വലിയ നല്ലോണം ഒന്നും ഉടച്ചു കൊടുക്കണ്ട. നമുക്ക് ഗ്രേവി ഒന്ന് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത്രയും മതി. ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ എളുപ്പം വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുമെങ്കിലും എനിക്ക് ഈ മൺചട്ടിയിലേക്ക് മാറ്റി കറി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തിയാവുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും. നമുക്കിത് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്.
കുറച്ചുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകവും ചെറിയുള്ളിയും തേങ്ങയും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ പച്ചക്കായും പരിപ്പും ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരച്ച അരപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ. ഒന്ന് തിളച്ച് വരട്ടെ. കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ പച്ചക്കായൊക്കെ വേവിക്കാൻ വെക്കുമ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയൊക്കെ എത്ര ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. നാടൻ കറിവേപ്പില ആയിരിക്കണേ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിട്ടോ. ഒരു നല്ലൊരു മണോ ഒരു ടേസ്റ്റും ഒക്കെയാണ്. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം. കടുകും കുഞ്ഞുള്ളിയൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്താൽ താളിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും കുഞ്ഞുള്ളിയൊക്കെ താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഈ കറിയുടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി കട്ടിയാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾ വെള്ളം ചേർക്കേണ്ടത്. താളിക്കാനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ കുഞ്ഞുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയാണേ. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി മൂപ്പിച്ചിട്ട് താളിച്ച് കൊടുക്കുമ്പോഴില്ലേ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക്, നമ്മുടെ പച്ചക്കായ പരിപ്പ് കറിയിലേക്ക് ഇത് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തപാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കാവൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഞാനിത് സർവിങ് ഡിഷിലേക്കൊന്നും മാറ്റുന്നില്ല കേട്ടോ. ഈ മൺചട്ടിയിൽ തന്നെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതാണ് നമ്മുടെ ശരീരത്തിനും നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്.